ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ടേസ്റ്റിയായ ചെന്നൈ ബിരിയാണി തയ്യാറാക്കാം. ഇതിലേക്ക് 1 കിലോ ചിക്കൻ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം 2 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് വേവിക്കുക. വെന്തതിന് ശേഷം നമ്മുടെ വെന്ത ചിക്കൻ മാറ്റി വെള്ളം എടുക്കുക. ഈ വെള്ളത്തിലാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ഗ്രാമ്പു, ഏലക്കായ്, കറുവപ്പട്ട, തക്കോലം, കുരുമുളക്, പെരുംജീരകം എന്നിവയും ഒരു കറുവപ്പട്ടയുടെ ഇലയും ചേർത്ത് നന്നായി വഴറ്റുക. വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു സ്മെല്ലും സ്വാദും ബിരിയാണിക്ക് കൂടും. അപ്പോൾ അതും ചേർത്ത് നമ്മൾ വഴണ്ട് വന്നതിന് ശേഷം ഈ കപ്പ് അനുസരിച്ചാണ് നാം അരി എടുത്തിരിക്കുന്നത്. ഈ കപ്പ് കൊണ്ട് 2.5 കപ്പ് അരി, അതായത് 1/2 കിലോ ബസുമതി റൈസ്. 2.5 കപ്പ് അരിയാണ് ഈ കപ്പ് കൊണ്ട് ബസുമതി റൈസ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ ഈ 2.5 കപ്പിന് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഉപ്പും ചേർത്ത് കഴുകി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇതുപോലെ വെള്ളവും അരിയും സമമാവുന്നതുവരെ വേവിക്കുക. ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇത് എൻ്റെ തോട്ടത്തിലെ മല്ലിയിലയും പുതിനയിലയുമാണ്. മല്ലിയില പോലെ ഇരിക്കും ഇതിൻ്റെ സ്മെല്ലും സ്വാദും മല്ലിയിലയുടെ അതേ സ്വാദ് തന്നെയാണ്. അരി ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് സവോള അരിഞ്ഞത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കുക. കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എന്നിവയും ചേർത്ത് നമ്മുടെ പുതിനയിലയും മല്ലിയിലയും ചേർത്ത് നന്നായി അലങ്കരിക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ചെന്നൈ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. താങ്ക് യു ഫ്രണ്ട്സ്.